ഹലോ, വെൽക്കം ടു SRVS ഈസി ലേണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ +1 ഫിസിക്സിലെ മോഷനിൻ്റെ പ്ലെയിനിലെ ഒരു ചോദ്യമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം, ഈ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അല്ലേ, ഇതെന്താ ഈ ചോദ്യം? അപ്പോൾ ഈ ചോദ്യം എന്താണ്, അതിൻ്റെ ഉത്തരം എന്താണെന്ന് അറിയാൻ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഈ ചോദ്യം നമുക്ക് വളരെയധികം ഈസി ആയിട്ട് ചെയ്യാം. സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. So, that's a question. A ball rolls off the top of a stairway with horizontal velocity u meter per second. If the steps are h meters high and b meters wide, show that ball will hit the edge of the nth step if n is equal to 2h u square by gb square. അതായത് ഈ ക്വസ്റ്റ്യനിൽ ഇത്രേ പറയുന്നുള്ളൂ. സോ ഈ ക്വസ്റ്റ്യനിൽ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളൊരു സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്ന് ഒരു ബോൾ എടുത്ത് എറിയണം അല്ലേ. ആ ബോൾ എന്ത് ചെയ്യണം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് nth സ്റ്റെപ്പിന് ശേഷം, എത്രാമത്തെ സ്റ്റെപ്പെന്ന് നമുക്കറിയില്ല, അതായത് ബോൾ വിൽ ഹിറ്റ് ദ എഡ്ജ് ഓഫ് ദി nth സ്റ്റെപ്പ് ഇഫ് എന്താണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, അതായത് n is equal to 2h u square by gb square എന്നുള്ളൊരു റിലേഷൻ നമുക്ക് കിട്ടണം. ഇതിൽ ഇവിടെ ഇപ്പോൾ നമുക്ക് പർട്ടിക്കുലർ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഹൈറ്റ് എച്ചും എന്താ പറയുക വിഡ്ത്ത് ബിയും ആയിട്ട് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം, ഈ ബോൾ താഴത്തേക്ക് എത്തുന്നത് മനസ്സിലായില്ലേ, എത്രാമത്തെ സ്റ്റെപ്പിൻ്റെ ഇതിലാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതിപ്പോൾ ഇവിടെ ഒരു 3 സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് ഈ ഫിഗറിൽ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അതായത് യു വെലോസിറ്റി ഉള്ളൊരു ബോൾ അല്ലേ. അപ്പോൾ യു വെലോസിറ്റി ഉള്ള ബോൾ നമ്മൾ ഉരുട്ടാൻ പോവാണ്. അപ്പോൾ നമുക്കറിയാം ഇത് എന്താണ്, ഇപ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് എന്താണ്, ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കമ്പോണൻസ് എന്ന് പറയുന്നത് എന്താണ്, യു എക്സും ഉണ്ട്, പിന്നെ എന്തുണ്ട് നമുക്കറിയാം, ഇതിൽ യു എക്സ് എന്ന് പറയുന്ന വാല്യൂ ആണ് ഉള്ളത് അല്ലേ. അതായത് ഇങ്ങനെയാണ് നമ്മൾ ബോൾ എറിയുന്നത് അല്ലേ. എന്നാൽ വെർട്ടിക്കലോ യു വൈ എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമുക്ക് 0 ആണ്. അപ്പോൾ ഇനിഷ്യലി ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ദെൻ അതിനുശേഷം നമുക്കറിയാം ഈ ബോൾ ഇങ്ങനെ ഉരുണ്ട് വീഴാണ് അല്ലേ. അപ്പോൾ അത് എത്ര ഹൈറ്റ്, ഇപ്പോൾ നമുക്കിപ്പോൾ സപ്പോസ് ഈ 3 സ്റ്റെപ്പാണെങ്കിൽ അവിടെ എത്ര ഹൈറ്റ്, എത്ര ഡിസ്റ്റൻസാണ് അവിടെ കവർ ചെയ്യുന്നത്, അതായത് ഈ ഒരു എച്ച് ഉണ്ട്, ഈ ഒരു എച്ച് ഉണ്ട്, ഈ ഒരു എച്ച് ഉണ്ട് അല്ലേ. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു ശരിക്കും നമുക്ക് എന്താ കിട്ടുക, 3 സ്റ്റെപ്പുകളാണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും നമുക്ക് കിട്ടുന്നത്, ആ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതായത് വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം, 3h എന്ന് എഴുതാം. ഇനി അതേപോലെ ഇത് കവർ ചെയ്യുന്ന ബ്രെഡ്ത്ത് എത്രയായിരിക്കും, ഈ ബോൾ കവർ ചെയ്യുന്നത്, അതായത് 1 2 3 അല്ലേ. അപ്പോൾ നമുക്ക് എന്താ എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം, 3b എന്ന് എഴുതാം. അപ്പോൾ ഇതൊരു 3 സ്റ്റെപ്പിൻ്റെ കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ബോൾ ഹിറ്റ് ചെയ്യുന്നത് nth സ്റ്റെപ്പിന് ശേഷം, അതായത് ഇഫ് ദ ബോൾ ഹിറ്റ്സ് ദ എഡ്ജ് ഓഫ് ദി nth സ്റ്റെപ്പ് ആണെങ്കിൽ ആ ഹൊറിസോണ്ടലായിട്ടും അതേപോലെ തന്നെ ഈ വെർട്ടിക്കൽ ഇതിൽ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ എങ്ങനെയായിരിക്കാം നമുക്ക് പറയാൻ പറ്റും. എന്താണ് ഡിസ്റ്റൻസ് കവേർഡ് അലോങ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എക്സ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും, nth സ്റ്റെപ്പിന് ശേഷം n ഇൻറ്റു ആ കറസ്പോണ്ടിങ് ബ്രെഡ്ത്ത് അല്ലേ. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് കവേർഡ് അലോങ് വെർട്ടിക്കൽ എന്തായിരിക്കാം, വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്, n ഇൻറ്റു നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, n ഇൻറ്റു എച്ച്. ഓക്കെ, അതായത് നമുക്കറിയാമല്ലോ ഡിസ്റ്റൻസ്, അതായത് ആ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നത് എന്തായിരിക്കും, അതായത് nth സ്റ്റെപ്പിന് ശേഷം n ഇൻറ്റു എച്ച് ആയിരിക്കും. കാരണം ഇപ്പോൾ 3 സ്റ്റെപ്പ് എടുത്തപ്പോൾ നമുക്ക് y 3h ആയിട്ടും എക്സ്, അപ്പോൾ ഇത് നമ്മൾ ജനറലൈസ് ചെയ്ത് എഴുതി. ഓക്കെ, ഇനി നമ്മൾ എടുക്കുന്നത് അതായത് ലെറ്റ് എന്താണ് ടി അല്ലേ, സ്മോൾ ടി എന്ന് പറയുന്നതാണ് ടൈം ടു ഹിറ്റ് ദ എഡ്ജ് ഓഫ് ദി nth സ്റ്റെപ്പ്, അതായത് ആ ടൈമാണെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് നോക്കാം ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും അതേപോലെ തന്നെ വെർട്ടിക്കൽ. സോ മോഷൻ അലോങ് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ യു എക്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, യു തന്നെയാണ് അല്ലേ, വെലോസിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞു, അതായത് ഇതെല്ലാം nth സ്റ്റെപ്പിൻ്റെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞത്, എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് n ഇൻറ്റു ബി. അപ്പോൾ നമുക്കറിയാം എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാവുമ്പോൾ പിന്നെ എന്താണ് അവിടെ എ എന്ന് പറയുന്നത് എന്താണ് 0 ആണ്. സോ നമുക്ക് എന്ത് എഴുതാം, എക്സ് ഇസ് ഈക്വൽ ടു ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിട്ട് തന്നെ എഴുതാം, യു എക്സ് ഇൻറ്റു ടി, അതായത് യു ഇൻറ്റു ടി എന്ന് തന്നെ നമുക്ക് എഴുതാം അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി, എക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയിരുന്നു എന്താണ് നമുക്ക് എൻ ബി ആണെന്നുള്ളത്. സോ ഇത് രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, ടി ഇസ് ഈക്വൽ ടു എൻ ബി ബൈ യു. ഇതിപ്പോൾ ഹൊറിസോണ്ടലിൻ്റെ കാര്യം മാത്രമാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് മാത്രമല്ല, എന്താണ് വെർട്ടിക്കൽ ഈ ബോൾ. ഇനി വെർട്ടിക്കൽ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് യു വൈ എന്ന് പറയുന്നത് ഇല്ല, കാരണം ബോൾ ഹൊറിസോണ്ടലായിട്ടാണ് പോകുന്നത് അല്ലേ. അപ്പോൾ സോ യു വൈ എന്ന് പറയുന്ന കമ്പോണൻറ്റ് 0. ദെൻ ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതായത് ഈ സ്റ്റെപ്പിൻ്റെ ഇവിടെ ഇറങ്ങുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇത് ഈ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എ ഇസ് ഈക്വൽ ടു എ വൈ ഇസ് ഈക്വൽ ടു ജി. ദെൻ വൈ ഇസ് ഈക്വൽ ടു എന്താണ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു എൻ ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഈ വാല്യൂസ് എല്ലാം നമ്മൾ വീണ്ടും എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈ ഇസ് ഈക്വൽ ടു യു വൈ ടി പ്ലസ് ഹാഫ് എ വൈ ഇൻറ്റു ടി സ്ക്വയർ അല്ലേ. അപ്പോൾ യു വൈ 0 ആണ്. സോ നമുക്ക് നേരത്തെ എന്ത് കിട്ടിയിരുന്നു, വൈ ഇസ് ഈക്വൽ ടു എൻ എച്ച് എന്ന് കിട്ടിയിരുന്നു. സോ എൻ എച്ച് ഇസ് ഈക്വൽ ടു ഈ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനുശേഷം സിംപ്ലിഫിക്കേഷൻ നടത്തി കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, n ഇസ് ഈക്വൽ ടു 2h u സ്ക്വയർ ബൈ g b സ്ക്വയർ.
ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടുന്ന n എന്ന് പറയുന്ന ആ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇനി നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.